ഹായ് ഗൈസ്, നമസ്കാരം. വളരെ നമ്മളൊരു വൈരുദ്ധ്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും അനാവശ്യം സ്പ്രെഡ് ചെയ്തുകൊണ്ട് വൈറലായി എയറിൽ കയറി അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് നിരന്തരം. എന്നാൽ വളരെ മാന്യമായി സമൂഹത്തിനോ മറ്റുള്ളവർക്കോ യാതൊരു ദോഷവും ചെയ്യാതെ ചിലർ നമുക്കിടയിൽ കൂടെ വളരെ സന്തോഷകരമായി ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ലൈഫിലേക്ക് കടന്നു കയറി അനാവശ്യം ജൽപ്പനങ്ങൾ തകർത്ത് വിടുന്നൊരു കാര്യമാണ്. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാട്ടോ. അദ്ദേഹത്തിൻ്റെ പാർട്ണറായിട്ട് ഇപ്പോൾ ദിവ്യ ശ്രീധർ, ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ അവർ ഡിവോഴ്സായി എന്നുള്ളതടക്കം കുറേ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് വളരെ ശക്തമായ മറുപടിയല്ല കേട്ടോ, ഇതിനകത്ത് വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് പലർക്കും പണി കിട്ടുന്നൊരു കാര്യം കൂടെയാണ്. ആദ്യം ഈ ഒരു ഗതികേടിനെ ഞാൻ ആദ്യം പറയും. അതിനു മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോക്കകത്ത് എന്തോ ഒരു ചേട്ടൻ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇവൻ എന്താ ഈ മുട്ട ഇരുന്ന് പറയുന്നതെന്ന്. ചേട്ടൻ എന്നെ കണ്ടിട്ട് മുട്ടയായിട്ടൊക്കെയാണ് തോന്നിയത്, എനിക്കറിയത്തില്ല ഏട്ടാ മുട്ടയാണോ എന്ന്. ഇനി ചേട്ടന് ഞാൻ ബാക്കിൽ പുറകുവശത്ത് കെട്ടി വെച്ചിട്ടുണ്ട് മുടി. പിന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇത് പറന്നിരിക്കാതിരിക്കും ഇങ്ങനെ ചവിട്ടി തേച്ച് വെച്ചേക്കുക. പിന്നെ നീളം കാണണമെങ്കിൽ ചേട്ടൻ തിരുവനന്തപുരത്ത് എങ്ങാനും വരുവാണെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി, നീളം കാണിച്ചു തരാം ചേട്ടന്. ഏത് മുടിയുടെ ആണേ. ഓക്കെ, നമുക്കിനി ഈ ഒരു അവർ വളരെ സമൂഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ സന്തോഷകരമായ നിമിഷത്തിൽ സമൂഹത്തിനോട് അഭ്യർത്ഥിക്കുന്നൊരു, എനിക്ക് ഭയങ്കര വിഷമം തോന്നി, അത് വായിക്കാം. എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാട്ടോ. ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ദയവായി ബാഡ് കമൻറ്റ്സ് ഇടരുത് പ്ലീസ്. വീഡിയോ നോക്കാനേ നിൽക്കരുത്. ഞങ്ങൾ ആരുടെ ജീവിതത്തിൽ എത്തി നോക്കാൻ വരുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് വിളിച്ചു? ദയവ് ചെയ്ത് ആരും ബാഡ് കമൻറ്റ്സ് ഇടരുത്. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം. ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ക്ഷമയും പറഞ്ഞ് ആൾക്കാരോട് പ്ലീസ് ചെയ്തിട്ട് ബാഡ് കമൻറ്റ്സ് ഇടേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീവിതത്തിൻ്റെ ഒരു മധ്യ അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയ രണ്ടുപേർ, അവർക്ക് വീണ്ടും ജീവിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഓരോ വിവാഹം കഴിക്കുന്നു. രണ്ടുപേരും ഡിവോഴ്സ് ചെയ്താണ്, അവർ വിവാഹം കഴിച്ചു. സമൂഹത്തിൻ്റെ മുമ്പിൽ നാട്ടുകാരെ വിളിച്ച് താലി കെട്ടി വധുവും വരനെ പോയ എല്ലാ തരത്തിലുള്ള ഒരു വിവാഹത്തിൻ്റെ എല്ലാ കാര്യവും കുടുംബങ്ങളും എല്ലാവരും ഒത്തുചേർന്നൊരു മനോഹരമായ കല്യാണം. ഞാൻ അങ്ങനെ പറയൂ, കാരണം ജീവിതത്തിൻ്റെ ഒരു പകുതി ജീവിതത്തിൽ കഴിയുമ്പോൾ തന്നെ രണ്ടായി മാറി ജീവിതത്തിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. അതിന് പകരം ഒരാൾ തുണയായി അവർ ജീവിതം തുടങ്ങി. അതിന് ഇതുവരെ കേൾക്കാത്ത കുറ്റം കേൾക്കേണ്ടി വരിക. അതിനപ്പുറം ഈ ഒരു നല്ല നിമിഷം 2 ദിവസം കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ആ നിമിഷങ്ങളിൽ അവർ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു വ്യാജ പ്രചാരണം അഴിച്ചു വിടുക ഒക്കെയുള്ള കാര്യങ്ങളാണ്. ആദ്യം ഇദ്ദേഹം, അതായത് നമ്മുടെ ദിവ്യ ശ്രീധർ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കേൾക്കാം. എന്നിട്ട് വളരെ ശക്തമായ രീതിയിൽ ചേട്ടൻ നല്ല രീതിയിൽ മറുപടി വരുന്നുണ്ട്. ആദ്യം അവരുടെ വാക്ക് കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം, എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി, ഞങ്ങള് ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഓക്കെ, അതായത് അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവർ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, അവരൊരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്ന് പബ്ലിസിറ്റി കൊടുക്കുക. അതായത് ഡിവോഴ്സായി, വിവാഹം കഴിച്ച് എന്തൊരു മനസ്ഥിതിയാണ്. അവർ വളരെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുമെന്ന് പറയണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിട്ടിരിക്കുന്നു എന്നുള്ള ചിന്തിക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരുന്നാൽ പോരെ. അവരുടെ ജീവിതം എങ്ങനെയാ പോട്ടെ, അത് അവരുടെ കാര്യമല്ലേ. ഇനി അദ്ദേഹം നല്ല ശക്തമായ രീതിയിലുള്ള മറുപടിയും താക്കീത് മാത്രമല്ല, ബാക്കി പിന്നാലെ കേൾക്കാം. ആഫ്റ്റർനൂൺ ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അത് പറയുന്നതാണ് ആ പർട്ടിക്കുലർ കഫേ വൈബ് എന്തോ എന്ന് പറയുന്നൊരു ചാനൽ. ആ ചാനലിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹവുമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലേക്കുള്ള ന്യൂസ് അനാവശ്യമായി സ്പ്രെഡ് ചെയ്തു, മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യം. കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗൈൻസ്റ്റ് എവ്രി വൺ ഹൂ
അതായത് ഈ അതിനകത്തൊരു ഫിറോസ് ഖാൻ എന്ന് പറയുന്നൊരു വ്യക്തി അത് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് കമൻറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അത് കാണുമ്പം ശരിക്കും സങ്കടമാവും. ഇത് അതിനുശേഷം നമുക്ക് കാണാം. ഇത് ദിവ്യ ശ്രീധർ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ടുള്ള ഒരു വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ആ ഒരു മൊമെൻറ്റ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവരും അപ്പോൾ ആ കുട്ടിയുമായിട്ട് ഉള്ളൊരു മൊമെൻ്റാണ്. അതിൻ്റെ താഴത്തെ കമൻറ്റ് നോക്കാം. അങ്ങോട്ട് നോക്ക്, കമൻറ്റ് നോക്ക്. മുതുക്കനെവിടെ? സ്വന്തം കുഞ്ഞുമായിട്ട് വളരെ സന്തോഷമായിട്ടുള്ള നിമിഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല ഇങ്ങനെ ഉമ്മ വയ്പ്പിക്കുക എന്നുള്ളൊരു സംഭവം, ആ ഒരു ഇത് റീൽ ചെയ്തേക്കുന്ന അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് മുതുക്കനെവിടെ. ഈ പറയുന്ന വ്യക്തിക്ക് ഇതാകണ്ടോ സ്വന്തമായിട്ട് ഐ ഡി പോലും ഇല്ല. അജിത് കുമാർ TN എന്നാണ് ഈ പറഞ്ഞ പേര് കേട്ടിടത്തോളം. സ്വന്തം ഐ ഡി പ്രൊഫൈൽ ഒന്നും ഇല്ലാത്ത വ്യക്തി ഈ മുതുക്കൻ എവിടെ നിന്ന് ചോദിക്കുന്നു. എന്തർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത്? മുതുക്കൻ എന്ന് വെച്ചാൽ എന്താണ്? നരച്ചു എന്നുള്ള കാരണം കൊണ്ടാണോ? നരയ്ക്കാതെ ഈ ചായ അടിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാവരും ഭയങ്കര ആരോഗ്യ ദൃഢഗാത്രന്മാർ 18-20 വയസ്സാണെന്നാണോ? ഈ പറയുന്ന ചേട്ടൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും അഭിപ്രായം പറയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ. വിശേഷം വല്ലതും അടിക്ക് പിടിച്ചോന്ന്. അടുത്തത് വിശേഷം വല്ലതും അടിക്ക് പിടിച്ചോന്ന്. അടിക്ക് പിടിക്കുക എന്ന് പറഞ്ഞ സാധനം ദ്വയാർത്ഥ പ്രയോഗമാണ്. അതായത് ആ സ്ത്രീയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വളരെ മോശമായൊരു കമൻ്റായിട്ട് അടിക്ക് എന്ന് വെച്ചാൽ എന്താണ്? അടിയിൽ. മനസ്സിലായല്ലോ? ബാക്കി ഞാൻ പൂരിപ്പിക്കണ്ടല്ലോ. പിടിച്ചോ, അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഏറ്റവും നികൃഷ്ടമായ നീചമായ വൃത്തികെട്ട വാക്കിലൂടെ അയാൾ ചോദിച്ചിരിക്കുകയാണ്. അയാളുടെ പേര് കലേഷ് ശോഭ എന്ന് പറഞ്ഞിട്ട്. ചേട്ടനാണെങ്കിലോ ഭയങ്കര സുന്ദരനും സുമുഖനും ദൃഢഗാത്രനുമായിട്ടുള്ള വളരെ നല്ല പുഞ്ചിരിക്കുന്ന മുഖമുള്ള നല്ല സൽസ്വഭാവിയായ കുഞ്ഞും മുഖമുള്ള സൗന്ദര്യ ദൃഢഗാത്രനും നമ്മുടെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള സൗന്ദര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുള്ള ഒരു ചേട്ടൻ വന്നിരുന്നിട്ട് അവരടുത്ത് വിശേഷം വല്ലതും അടിക്ക് പിടിച്ചു വന്നു. അല്ലെങ്കിൽ ചേട്ടൻ അതാ പറഞ്ഞേ, അവർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇതിനെല്ലാം എന്താ മറുപടി കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞ് മാനസിക രോഗ. എന്താ അവരുടെ പ്രശ്നം? അടിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് മറ്റേ കൊല പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അത് അവിടെ ഒന്നും നടക്കുന്നില്ലായിരിക്കും. അതാ സംഭവം. പ്രശ്നം അതാ. ബാക്കിയേക്കാം. ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ തരം താഴ്ന്ന രീതിയിൽ വ്യക്തിഹത്യാപരമായ കാര്യങ്ങൾ, കുടുംബ കാര്യങ്ങളുടെ അകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഫാമിലിയുടെ മാറ്റേഴ്സ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് അവർ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നില്ല. അവരുടെ പ്രൈവസി, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ ജീവിച്ച് തീർക്കട്ടെ. എന്തുവാണ് ഈ പ്രശ്നം? ഈ മനുഷ്യനെ ഇവർക്ക് ആർക്കും നേരിട്ടറിയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ ഡോക്ടറേറ്റൊക്കെ ഉള്ള, അതുപോലെ തന്നെ എന്താണ് ഈ ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ ലൗകിക ജീവിതം അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം രണ്ടാമത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് കല്ലെറിയാനുള്ളൊരു കാരണമാണോ? ഈ പറയുന്ന സാമൂഹിക ദ്രോഹികൾ കാരണം സത്യം പറയാമല്ലോ, ഞാൻ ഉറപ്പിച്ച് പറയാം, പണ്ട് സതി എന്നുള്ളൊരു ആചാരം ഉണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് ശേഷം, വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണിനെ കൂടെ അതിനകത്തിട്ട് കൊല്ലുമായിരുന്നു. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അനാചാരം നിന്നു. എന്നാൽ അന്നത്തെ ആചാരമായിരുന്നു, അത് മനസ്സിലാക്കേണ്ടത്. ആ അനാചാരം നിന്നു. അതിനുശേഷം ഇന്ന് നമ്മുടെ ഈ 2025 പോലും ഒരു സ്ത്രീ അവർ ഡിവോഴ്സിയായി നിൽക്കുകയാണ്. അതായത് വിധവയായി നിൽക്കുന്നു. വിധവ മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ടോ നിൽക്കുന്നു. അവർ ഒറ്റപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഡോർ നോക്ക് ചെയ്യാനും അവരെ ഇൻബോക്സിൻ്റെ അകത്തും അല്ലാതെയും ഒക്കെ അവരെ അശ്ലീലമായിട്ട് താല്പര്യത്തിന് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ തന്നെ ഇവരൊരു മാരേജിലേക്ക് ശ്രമിക്കുന്ന സമയം മുതൽ അവർ അനാവശ്യം പറഞ്ഞുകൂടാം. എന്തിന്? അതുപോലെ തന്നെ രണ്ടാം കെട്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കല്ല പറ, രണ്ടാം കെട്ട്. അതെന്തിനാണ് രണ്ടാം കെട്ടിന് പ്രശ്നം? ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ അവർക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു പങ്കാളി കൂടെ ഉണ്ടാവുക, ഒറ്റയ്ക്ക് പോകാൻ അല്ല നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകൾ ചേർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുമാത്രം നമ്മുടെ ആശാസ്യകരമായിട്ടുള്ള കാര്യമാണ്. രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മനോബലം എത്രമാത്രം കൂട്ടുന്ന കാര്യമാണ്. അതിന് കൂടെ നിൽക്കണ്ടേ? അതിന് നിങ്ങൾ കൂട്ടുപോകണ്ട, നിങ്ങൾ കൂടെ നിൽക്കണ്ട. അതായത് സാമൂഹികമായിട്ട് അവരുടെ പുറകെ പോകാതിരുന്നൂടെ? എന്തിനാണ് ശല്യം ചെയ്യുന്നത്? അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉള്ളത്? എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം? കേവലം ഒരാളെ ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരുന്ന ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക.
തൊട്ടടുത്ത് ഒരുത്തൻ വന്നിരുന്നിട്ട് കല്ലെടുത്തെറിയുക. ഈ കല്ലെടുത്തെറിയുന്ന സമയത്ത് ഒന്നുമില്ല, അവരൊരു കല്ലെടുക്കുന്നു എറിയുന്നു, മറ്റവൻ മണിക്കൂറുകളോളം ആ ചൂണ്ടയിട്ട് മീനിന്റെ ശ്രദ്ധിച്ചിരിക്കുക, അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കല്ലെടുത്തിട്ടോണ്ടിരിക്കുക. അതുപോലെ കുറെ വേട്ടാവാളിയന്മാർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. മനസ്സിലായില്ലേ? ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ ഇവന്മാരെ കൊണ്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ഇവന്മാർക്ക് അത് ഇങ്ങോട്ട് പൊങ്ങത്തുമില്ല. സോറി, അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവന്മാർക്ക് മാനസികമായിട്ട് പൊങ്ങത്തില്ലെന്ന് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വേറെ ഒരു ഉദ്ദേശിക്കുന്ന ആളല്ല, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഈ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കുക. പിന്നെ ഫേസ്ബുക്കിൽ അമ്മാവന്മാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ല. ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, ചില അമ്മാവന്മാരുണ്ട്, അത് ഫേസ്ബുക്കിലെ മാത്രം കാഴ്ചകളാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമൻറ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ റിപ്പീറ്റ്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഈ ദുരന്തം വന്ന അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങളാൽ അസുഖം വന്ന ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടാറുണ്ട്. അവരെ കൈനീട്ടലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, കൈനീട്ടുന്നത് ഗതികേട് കൊണ്ടാണ്. അതേപോലെ തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ, ഞാൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളുടെ ജീവിതം ജീവിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടുന്ന മറ്റൊരു ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അവരുടെ ജീവിതം നമ്മളോട് തുറന്ന് പറയാത്തിടത്തോളം, അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോട് നമ്മളോട് അറിയിക്കാത്തിടത്തോളം കാലം അവർ ഡിവോഴ്സ് ആയെന്നോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുക, ഇവർ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക, ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരൊരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? ഇതൊരു മനുഷ്യന്മാരാ. ആൻഡ് ഐ ആം സേയിങ് യു ഷുഡ് നോട്ട് ഡു ദിസ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. സത്യമാണ്. യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു ഡിഫെയിം ഓർ കൈൻഡ് ഓഫ് പോസ് വൾഗർ കമന്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് നൗ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും ഐ എം നോട്ട് കമ്മിങ് ഫോർ എനി കൈൻഡ് ഓഫ് സേ ഐ എം നോട്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അതായത് നിങ്ങളോട് ഞാനൊന്നിനും വരുന്നില്ല, നിങ്ങളോട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളോട് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കാനും വരുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഷെയറും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു കയറിയിട്ട് ചോദ്യം ചെയ്യുന്നുള്ള കാര്യമാണ്. സോ എന്തായിരുന്നാലും വളരെ വിഷമകരമായ കാര്യമാണ് പുള്ളി ഇതിൽ പങ്കുവച്ചേക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയ ഇപ്പം സ്വാഭാവികമായിട്ടാണെങ്കിലും യൂട്യൂബിൻ്റെ അകത്തും സോഷ്യൽ മീഡിയക്കകത്ത് പല പ്ലാറ്റ്ഫോമുകളിലൂടെയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിനകത്ത് ഇവിടെയും ചെറിയ രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ധാരണ വെച്ചുകൊണ്ട് മറ്റൊരാളെ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറ. ഇവിടെ അദ്ദേഹം ഈ നല്ല ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല മൊമെൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവർ തമ്മിൽ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു കാര്യം കാണുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും? സോ അത്രമാത്രം നീചമായ രീതിയിലേക്ക് അങ്ങ് കടന്നാക്രമിച്ച് അതിൽ ആൾക്കാരെ ശ്രദ്ധ തിരിക്കുക, എന്നിട്ട് അതിനകത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ശുഭകരമായിട്ടുള്ള കാര്യവും ആയിരിക്കത്തില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും, അതായത് തമ്പനിയിലുള്ളതായിരിക്കത്തില്ല അകത്തുള്ള സാധനങ്ങൾ എന്നുള്ളതാണ്. സോ എന്തായിരുന്നാലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കഫേ വൈബ് എന്നുള്ള ചാനലിലടക്കം ഒരു വ്യക്തിയുടെ പേരടക്കം പറയുന്നു, അവർക്ക് എതിരെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ സന്തോഷകരമായി വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മാരീഡ് ലൈഫ് അവർ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. സോ അതിനകത്ത് കുരുപൊട്ടേണ്ട കാര്യമോ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇൻ്റർഫിയർ ചെയ്ത് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമോ നമുക്കില്ല. ഇത് ഞാൻ ശരിക്കും പറഞ്ഞ് ഇന്നലെ ഞാൻ ആ ലൈവ് ജസ്റ്റ് തീർന്ന സമയത്താണ് ഞാൻ അത് കാണുന്നത്. അതിനുശേഷമാണ് ആ ചേച്ചിയുടെ വീഡിയോ വന്നത്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനത് കണ്ടിരുന്നു. സോ എന്തായിരുന്നാലും ഗുണകരമല്ല. അത് നമ്മൾ ഒരിക്കലും ഞാനും ഒക്കെ ജീവിക്കുന്നു, നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒന്നും വേണ്ട, നമ്മൾ ഇപ്പോൾ ഈ പറയുന്നൊക്കെ വ്യക്തികളുടെ കുടുംബജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യം പുറത്തൊരുത്ത് വന്നിരുന്ന് അഭിപ്രായം പറഞ്ഞ് അവർ കേൾക്കൂ. ഈ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ അല്ല അവരുടെ പ്രൈവസി കീപ്പപ്പ് ചെയ്യുന്നവരാണ്. അവരുടെ അകത്ത് കയറിപ്പോയി നമ്മൾ സംസാരിക്കാൻ നമുക്ക് ആർക്കും അതിനുള്ളൊരു അർഹതയില്ല. സോ എന്തായിരുന്നാലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതിനകത്ത് ഈ കമൻറ്റ് ബോക്സിൽ ഇടുന്നില്ലേ, അതിനകത്ത് മുതുക്കൻ എവിടെ, അടിയിൽ പിടിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് അടക്കം, അവർക്കെതിരെ അടക്കം സത്യം പറഞ്ഞാൽ നിയമ നടപടികൾ വേണം. ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൻ്റെ അകത്ത് ഒരാഴ്ചയോളം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടന്ന ചർച്ചയും കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലുള്ള ആൾക്കാർ കാരണം, ചില ഞരമ്പന്മാരും ചില ഞരമ്പുകൾ കാരണം അത് ജനറലായിട്ട് പല ആൾക്കാരെ അത് ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനമാവേണ്ട കാര്യം സത്യമായിട്ട് വേണ്ടതാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും എന്താ പറയുക, ഈ വരുന്ന വാലന്റൈൻസ് ഡേക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു.
ജീവിതം വളരെയധികം അടിപൊളിയായിട്ട് പോവുക. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇപ്പം രണ്ടായിട്ടൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അകത്തൊരു പകുതിയിൽ ഒറ്റപ്പെട്ടു പോയി അത് ഡിവോഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ വിഡോ സെറ്റപ്പിലേക്ക് ആയിരിക്കാം. അപ്പോൾ അവർക്ക് വീണ്ടും ജീവിതത്തിൽ വീണ്ടും തിരിച്ചു വരാനുള്ളൊരു ഒരു വഴിയുണ്ട്. ആ ഒരു പച്ചപ്പ് കാണിച്ചു തരുന്നത് അത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാതൃകയാക്കാം. അല്ലാതെ അവരെ വിമർശിക്കാനൊന്നും ഇല്ല. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ഗൈസ്. ബൈ.